ാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങാൻ പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖം അത് നാളെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. രാജ്ഭവനിലാകും അദ്ദേഹത്തിന്റെ താമസം. ഇന്ന് നാളെ കമ്മീഷനിംഗ് ആണ്. വലിയൊരു ചടങ്ങ്. അത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായൊരു നിമിഷം കൂടിയാണ് നാളെ നടക്കാനിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് നാളെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കാൻ ആരൊക്കെയുണ്ട് വിമാനത്താവളത്തിൽ? വിശദാംശങ്ങൾ. 7:45 പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പറഞ്ഞതിന് പ്രകാരം കൃത്യസമയത്ത് തന്നെ, കൃത്യം 7:45 തന്നെ ആ വിമാനം ലാൻഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ വിമാനത്തിലുള്ള ക്രൂ പുറത്തിറങ്ങുന്നതാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും പുറത്തിറങ്ങും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശശി തരൂർ MP ഉണ്ട്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ളവരും ഇവിടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഔദ്യോഗികമായി തന്നെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭാഗമായി സ്വീകരിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 20ഓളം BJP നേതാക്കളും ഇതിനകത്ത്, ഈ വിമാനത്താവളത്തിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരും ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വഴിയിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ഗേറ്റ്, നമ്മൾ കാണുന്ന ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം 4 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിൽ ഇവിടെ നിന്നും രാജ്ഭവനിലേക്ക് എത്തുന്ന വഴിയിലെ 4 സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രിക്ക് BJPയുടെ വക സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പിന്നീട് 4 സ്ഥലത്ത് കൂടി, രാജ്ഭവന് സമീപത്തും വെള്ളയമ്പലത്തും യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തും പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഒരു പങ്കാളിത്തം, BJP പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഇവിടെയുണ്ട്. ഈ രാത്രി സമയത്തും വലിയ പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ചകൾ, അതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ ഏറെ കാലമായുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ ഈ ഒരു പരസ്യം, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രം, ഒപ്പം തന്നെ വികസിത് ഭാരതിൻ്റെ പേരിലാണ് തുറമുഖം എന്നതുൾപ്പെടെയുള്ള പരസ്യമൊക്കെ പുറത്തിറങ്ങിയതാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അതിന് ചൊല്ലിയുള്ള അവകാശവാദം, ഒപ്പം തന്നെ പ്രതിപക്ഷം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിട്ടത് എന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയമൊക്കെ നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനായി എത്തുന്നത്. നാളെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ 11 മണിക്കാണ്, രാവിലെ 11 മണിക്കാണ് ആ ചടങ്ങ്. ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് നേരെ പോകുന്നത് രാജ്ഭവനിലാണ്. രാജ്ഭവനിൽ പോയതിനു ശേഷം അവിടെ വിശ്രമം. അതിനുശേഷം നാളെ 10:15 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, അവിടെ നിന്നാണ് ഹെലികോപ്റ്ററിൽ യാത്ര. 10:25 പാങ്ങോട് നിന്നും ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കും. 10:40 വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന, അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ പോർട്ട് ഓപ്പറേഷൻ സെൻറ്റർ 10:40 മുതൽ 20 മിനിറ്റ് നേരം ഓപ്പറേഷൻ സെൻറ്റർ സന്ദർശിക്കും. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. വിമാനത്തിൽ വിഴിഞ്ഞം, സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറങ്ങുന്നു. സംസ്ഥാനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശശി തരൂർ MP തുടങ്ങിയവർ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ BJP നേതാക്കളുടെ ഒരു വലിയ നിരയും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന പലരും, DGPയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരൊക്കെയും പ്രധാനമന്ത്രി സ്വീകരിക്കാനായി എത്തുന്നുണ്ട്. കൃത്യം 7:45 തന്നെ എത്തി. 9 മിനിറ്റിന് ശേഷം പ്രധാനമന്ത്രി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങുന്നത്. പ്രധാനമന്ത്രി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി, അത് സംസ്ഥാനത്തിന്റെ തലവര മാറ്റിക്കുറിക്കാൻ പോകുന്ന, ചരിത്രം സൃഷ്ടിക്കുന്ന പദ്ധതി, അതിന്റെ ട്രയൽ റൺ ഉൾപ്പെടെ കഴിഞ്ഞ് അതിന് പിന്നാലെ വിഴിഞ്ഞം തുറമുഖം ഈ ഓപ്പറേഷനായി തുറന്നുകൊടുത്ത് അതിന് പിന്നാലെ വലിയ വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച്, ഇതിനോടകം തന്നെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് കമ്മീഷനിങ് നടപടിയിലേക്ക് കടക്കുന്നത്. അതിന് പിന്നാലെ നാളെ കമ്മീഷനിങ് കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ഒരു പുതുമാതൃക സൃഷ്ടിക്കുന്ന, പുതുചരിത്രം സൃഷ്ടിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അതിന്റെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് എത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണം ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൂടി ഒരു വലിയ സ്വീകരണം, അതൊരു രാഷ്ട്രീയ സ്വീകരണം തന്നെ സംഘടിപ്പിക്കാനും BJP പ്രവർത്തകർ തയ്യാറായി നിൽക്കുകയാണ്. തലസ്ഥാനം ഏറെക്കുറെ ഈ നിശ്ചലമായ ഒരു പ്രതീതിയാണ് നിലവിലുള്ളത്. കാരണം